കാറ്റ് കൊള്ളാൻ. കാറ്റ് കൊള്ളാൻ ഇത്രയും സ്പീഡ് കൊടുത്തു? സ്പീഡിൽ ഓടിയാ സ്പീഡിൽ കാറ്റടിക്കുമല്ലോ, അതാ. എന്നാ എനിക്കും വേണം. എടാ ഹരി, ഒന്ന് എഴുന്നേറ്റടാ. അവന്റെ ഒരു മുടിഞ്ഞ ഉറക്കം. എടാ ആവക്കൂടെ കുഴഞ്ഞു. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും കളി നിൽക്കുമെന്ന് തോന്നുന്നില്ല. നീ കുഴക്കാതെ കാര്യം പറ. അമ്പോട്ട് ചിറ്റപ്പൻ ജട മുറിക്കാൻ തീരുമാനിച്ചു. നന്നായി, അങ്ങനെങ്കിലും ഒരു മനുഷ്യക്കൊലം ഉണ്ടാവുമല്ലോ. എടാ 10-20 കൊല്ലം കൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന ജടയായത്. പിന്നെ 2 ദിവസം കൊണ്ട് ജട വളരുവോ? വർഷം ഒരുപാട് പിടിക്കും. നിനക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തത് കൊണ്ടാ. എന്തോന്ന് സീരിയസ്നെസ്? എനിക്ക് അന്ന് അയാളുടെ വെള്ളോടി കണ്ടപ്പോഴേ തോന്നി സന്യാസം അയാൾക്ക് പറ്റിയ പണിയല്ലെന്ന്. എന്നാലും ഇത്ര പെട്ടെന്ന് ഈ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ ജടയും വെട്ടി കാഷായ ഊരി ഗോപിക മകളല്ലെന്നറിയുമ്പോ എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. ദുർവാസാവിന്റെ ദേഷ്യവാ, ഇവിടെ കൊലപാതകം നടക്കും. അയ്യോ മുറിച്ച്. എണീറ്റോളൂ. അയ്യോ, എന്റെ ഭഗവാനെ, അമ്പോറ്റെ ഈ വേഷത്തെ കണ്ടിട്ട് എത്ര നാളായി. നിനക്ക് ഇതാടാ നല്ലത്. എന്തോ നല്ലത്? ആരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. കാഷായ വേഷം കെട്ടിക്കിടക്കുന്ന കാലത്ത് എല്ലാവരുടെയും തനിക്കുടം ഞാൻ കണ്ടതാ. അതുകൊണ്ട് വലിയ അഭിപ്രായമൊന്നും ആരും കിട്ടിയിരുന്നു. അവള് വേറൊന്നും വിചാരിച്ചു പറഞ്ഞല്ല. അമ്പോറ്റിയല്ല, അംബുജാക്ഷൻ നായർ. പിന്നൊരു കാര്യം, ഇവളെന്റെ മോളാണ്, കണ്ണേറ്റിൻകരയിലെ കൊച്ചുമോൾ. ആവശ്യമില്ലാതെ ഓരോന്ന് കുത്തിപ്പൊക്കി ഇവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചാൽ തുളച്ചു കഴിഞ്ഞാൽ. ഇവളെ സ്നേഹിക്കാനും കാര്യങ്ങൾ നോക്കാനും ഞാനും അമ്മയും കൊണ്ട് ഇവിടെ. അതുകൊണ്ട് ആരും വലിയ അടുപ്പമൊന്നും ഇങ്ങോട്ട് കാണിക്കണ്ട. മോളകത്ത് പോ. കൊച്ചീഷന്റെ കല്യാണക്കാര്യം പറഞ്ഞ് ചില അലമ്പ് വർത്താനമൊക്കെ കൂടെ കേട്ടു. അത്തരത്തിലുള്ള ചെറ്റത്തരം വല്ലവന് കേട്ടാൽ ഞാൻ അതിലും വലിയ ചെറ്റയാവും. എന്റെ പഴയ സ്വഭാവം അറിയാമല്ലോ, കത്തിയെടുക്കും ഞാൻ, കത്തി. ആ ഈ തന്തമാരും തള്ളമാരും കാണിക്കുന്നത് കണ്ട് അതിന്റെ താളത്തിന് തുള്ളിയാറുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞാൽ 1 മാസമെങ്കിലും കുടുംബത്തിലുണ്ടാവണം. ലീവ് കഴിഞ്ഞെന്ന് പറഞ്ഞ് ഓടിയാറുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. ലീവൊക്കെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തോളാം ചിറ്റപ്പാ. ചിറ്റപ്പൻ? തന്റെ പേരെന്താ പറഞ്ഞേ? ഹരീന്ദ്രൻ. കുറച്ചു ദിവസം ആയല്ലോ ഇവിടെ കിടന്ന് കറങ്ങുന്നു. തനിക്ക് വീടും കൂടിയൊന്നുമില്ലേ? ക്ലോസ് ഫ്രണ്ടാ, സുഹൃത്ത്, ആത്മസുഹൃത്ത്. അതൊക്കെ വീടിന് പുറത്ത്, അകത്ത് വേണ്ട. മനസ്സിലായോ? ആ താടി മുടി മുറിച്ചപ്പോ ഓന്തിന് നിറം മാറുന്ന പോലെ അങ്ങ് മാറിയല്ലോ. ഇതെന്താ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച? ഇനിയിപ്പൊ നമ്മൾ ഇങ്ങനെ സംസാരിച്ചത് കൊണ്ടായില്ല. ഇയാളെ നിലയ്ക്ക് നിർത്താൻ ഒരട്ടിമറി വേണ്ടി വരും. കൊറേ നേരമായല്ലോ. എന്താ ഇത്രയധികം പ്രാർത്ഥിക്കാൻ? അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണേന്ന് അപേക്ഷിക്കായിരുന്നു. അത്രയ്ക്കും പൊറുക്കാൻ പറ്റാത്ത എന്ത് തെറ്റാ ചെയ്തത്? മനുഷ്യരല്ലേ, മനസ്സറിയാതെ എന്തെങ്കിലും തെറ്റ് വന്നു പോയാലോ? അതൊക്കെ ശരി. രാധി എന്താ പ്രാർത്ഥിച്ചത്? മറ്റെന്ത് പ്രാർത്ഥിക്കാൻ? എന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ ഒന്നേ ഉള്ളൂ, എന്റെ കൊച്ചേഷനേട്ടന് നല്ലത് മാത്രം വരുത്തണേന്ന്. എന്താ? ഒന്നില്ല, കാലൊന്ന് തട്ടി. കുട്ടിക്കാലം മുതൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് കൊച്ചേഷനേട്ടനോട്. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചത്. ആ ഗോപിയെ, ഇവിടുത്തെ ഒരു വിശേഷം അറിയണോ? വെളുത്ത ചെമ്പകവും ചുവന്ന ചെമ്പകവും കൊണ്ടാ പൂജ നടത്തുക. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കണം. പൂജ കഴിഞ്ഞ് പ്രസാദത്തോടൊപ്പം കിട്ടുന്നത് വെളുത്ത ചെമ്പകാണെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യം തീർച്ചയായും നടക്കും. വല്ലാതെ ഭ്രമിച്ചിരിക്കുക. ഇനിയെല്ലാം തുറന്നു പറയാതിരിക്കുന്നത് തെറ്റാണ്. അതിനൊന്നും സമയമായിട്ടില്ല. ഒരു പെൺകുട്ടിയുടെ മനസ്സ് എനിക്കറിയാം. രാധിയെ പാവമാണ്, ഒരുപാട് മോഹിപ്പിക്കരുത്. ഞങ്ങൾ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പ്രയോഗിച്ചതല്ലേ. അമ്മായിമാര് 3 പേരും ഈ കാര്യത്തിൽ ജന്മത്തിൽ യോജിക്കില്ലായിരുന്നു. അതിനിടെ മുത്തശ്ശി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ആരെങ്കിലും വിചാരിച്ചോ? എത്ര നാളിങ്ങനെ ഒളിച്ചു കളിക്കും? ബന്ധങ്ങൾ മുറിച്ചറിയാൻ എളുപ്പമാണ്. അല്പക്ഷമയും ഇത്തിരി ബുദ്ധിയുണ്ടെങ്കിൽ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തായി ഒന്നുമില്ല.
ജോത്സ്യം വന്ന് മുഹൂർത്തം കൊടുത്തിട്ട് പോയി. പൊന്നൊരുക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. ഇനിയിപ്പോ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഞാൻ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു പോയി എന്ന് പറയാനാണോ കൊച്ചുവിന്റെ ഭാവം? എന്താ ഗോപിക ഈ പറയുന്നത്? ഞാനിപ്പോ എന്താ ചെയ്യാ? രാധയോടെങ്കിലും എല്ലാം തുറന്നു പറയണം. ഒന്നുകിൽ മുത്തശ്ശിയുടെ ഒരു പൊട്ടിത്തെറി, അല്ലെങ്കിൽ രാധയുടെ വേദന. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ അനുഭവിക്കണം. എന്തൊക്കെയായാലും കുറച്ച് ദിവസം കൂടി തള്ളി നീക്കിയാലേ പറ്റൂ. അതിനു മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ വാ. പണ്ടൊക്കെ കൊച്ചേട്ടനായിട്ട് വന്നെന്ന് കേട്ട ഞാനപ്പോ ഓടിയെത്തും ഇവിടെ. കല്യാണം ഉറപ്പിച്ച ശേഷം ചേട്ടന്റെ മുഖത്ത് നോക്കാൻ തന്നെ എനിക്ക് നാണവാ. അതെന്താ? ചേട്ടനാണെങ്കിൽ എപ്പോഴും ഒരു നോട്ടവും കൈകാട്ടുവിളിയൊക്കെയാ. ആൾക്കാർ നിൽക്കുന്നെന്ന് തോന്നല് പോലും ഇല്ല. കേട്ടോ ഗോപിയെ, ഇന്നലെ അച്ഛനും അമ്മ എന്റെ അടുത്ത് ഇരിക്കുക. അപ്പൊ കൊച്ചേട്ടനായിട്ട് വന്ന് ദേ ഇങ്ങനെ തട്ട്. ഞാനങ്ങ് നാണിച്ചു പോയി. അയ്യോ, ഞാനല്ല തട്ടിയത്, അവളാണ് എന്നെ തട്ടിയത്. ആ തട്ടും കൊണ്ട് നിങ്ങൾ നിന്നു കൊടുത്തു അല്ലേ? എങ്ങനെ നിൽക്കാതിരിക്കും? ഞാൻ അവളെ കെട്ടാൻ പോകുന്ന ഭാവി വരണല്ലേ? അല്ല, ഭാവി വരണമെന്നാണല്ലോ സങ്കല്പം അവളുടെ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്കിതൊന്നും കേട്ട് നിൽക്കാൻ വയ്യ. ഞാൻ ഇപ്പൊ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നു പറയും. എന്ത് പറയും? നിങ്ങൾ എന്റെ ഭർത്താവല്ലെന്ന് പറയും. അയ്യോ, അങ്ങനെ പറയരുത്. ഭർത്താവാണ്, അങ്ങനെ പറയാവൂ. ഗോപിയെ, എന്താ എന്നെ വിളിച്ചോ? അമ്മാവന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ഒരു സഹോദരിയോ? അല്ല, ഒരു സഹോദരിയുടെ സ്നേഹം ഗോപികയിൽ നിന്ന് കിട്ടിയപ്പോ അതാരോടെങ്കിലും ഒന്ന് പറയണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ അമ്മാവനെ വിളിച്ചത്. അതിപ്പോ പറയാൻ കാരണം? അല്ല, ഞാനിങ്ങനെ ചുമ്മാ പൊതുവെ പറഞ്ഞതേ ഉള്ളൂ. ഒരു സഹോദരന്റെ വേദന ഒരു സഹോദരിയുടെ എന്താ അല്ലേ? അതാ. സ്വന്തം സഹോദരി ഇല്ലാത്ത കൊച്ചുകൃഷ്ണന്റെ ദുഃഖം. നേരം വെളുക്കും മുമ്പേ നീര് എങ്ങോട്ടാ ഇറങ്ങിപ്പോയതാ? ഇനിയിപ്പോ അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഒരച്ഛന്റെ കടമകളൊക്കെ ചെയ്തു തീർക്കണ്ടേ? ഗോപികയുടെ കല്യാണം ഉടനെ നടത്തണം. അതിനിപ്പോ നല്ലൊരു ചെറുക്കം വേണം, ജാതകം ചേരണം, തറവാട് നന്നാവണം. ഇതൊക്കെ വേണ്ടേ? അതിനെ കുറിച്ചൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. നല്ല ഒന്നാം തരം ചെറുക്കനെ കണ്ടിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. തിരുവാങ്കോട്ടെ കണിമംഗലം തറവാട് നമ്മ കണ്ടിട്ടില്ലേ? അവിടുത്തെ നമ്പീശന്റെ മോന, ധാരാളം ഭൂസ്വത്ത്, ഒറ്റ അവകാശി, ജാതകവും ചേരും. ഗോപികയ്ക്ക് എല്ലാം കൊണ്ടും ചേർന്ന ബന്ധമായിരിക്കും. നാളെ കാലത്ത് പെണ്ണ് കാണാൻ അവരുടെ വരും. നാളെയോ? അതിനു വേണ്ട എല്ലാ ഏർപ്പാടുകളും അമ്മ തന്നെ നേരിട്ട് ചെയ്യണം.